ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 90-15 വേദഭാഗം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളുടെ ജീവിതത്തിനകത്തു വന്ന ക്ലേശങ്ങൾ അത് ദൈവം അനുവദിച്ച് കടന്നു വന്നതാണ്. ഒരു ദൈവ മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഏതൊരു പരിശോധനയും ദൈവം അനുവദിക്കാതെ കടന്നു വരുന്നില്ല. അപ്പോൾ തന്നെ ആ ക്ലേശങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ ഇറങ്ങി വന്ന് ആ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ക്ലേശം അനുഭവിച്ചുവെങ്കിൽ അതേ ദിവസങ്ങൾക്ക് ആനുപാതികമായിട്ട് സന്തോഷത്തെ നൽകിത്തരുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പ്രാർത്ഥന ഉയരുവാൻ ഇടവരണം. എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടത അനുവദിച്ചത് ദൈവമാണെങ്കിൽ ആ കഷ്ടതയുടെ നടുവിലെ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിനകത്ത് നിരാശയുടെയും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ ദിവസങ്ങൾക്ക് ആനുപാതികമായിട്ട് സന്തോഷത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവങ്ങളെ നൽകിത്തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിങ്കൽ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ജീവിതത്തിനകത്തൊരു പ്രതിസന്ധിയും കഷ്ടതയും വരുമ്പോൾ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് മാറ്റിവിടുവാൻ വേണ്ടി ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവഹിതം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വിടുതലുകൾ ആത്മീയ ജീവിതത്തിനകത്ത് പലർക്കും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. മനസ്സിലാക്ക്, കഷ്ടതകളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.